പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ മത്തായി സുവിശേഷം 5-ാം അധ്യായം തൻ്റെ 7-ാം വാക്യത്തിൽ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്ന് നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്. ഇന്ന് മനുഷ്യൻ കരുണയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ കരുണയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന വളരെ ശക്തമായി നിർവഹിക്കുന്നവരാണ്. സുറിയാനി പാരമ്പര്യമനുസരിച്ച് ആരാധനയിൽ ഏറ്റവും അധികം പ്രയോഗിക്കുന്ന ഒരു പദമാണ് കുറിയലായിസോൻ എന്ന്. കർത്താവെ കരുണയായിരിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ കരുണ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് കരുണ ലഭിക്കുമെന്നാണ് കർത്താവ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. കരുണയുള്ളവർക്കാണ് കരുണ ലഭിക്കുക എന്നുള്ളത് സത്യം നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവർക്ക് കരുണ നൽകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഞാനൊരിക്കൽ വായിച്ചു കേട്ട സംഭവം ഓർക്കുന്നു. ഒരു ബുദ്ധ സന്യാസാശ്രമത്തിൽ ധ്യാനനിമഗ്നനായ ഒരു ബുദ്ധസന്യാസിയുടെ അടുക്കൽ ഒരു രോഗിയായ മനുഷ്യൻ, ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ സഹായം തേടി ചെന്നു. ഈ സന്യാസി മുഴുവൻ സമയവും ധ്യാനത്തിലും പ്രാർത്ഥനയിലുമായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് സമ്പാദ്യങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ ഈ മനുഷ്യനിൽ ആർദ്രത തോന്നി അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. നോക്കിയപ്പോൾ സഹായിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ കൈവശം ഒന്നുമില്ല. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ചിന്ത, ആ ആശ്രമത്തിൽ നിധിയായി സൂക്ഷിച്ചിരിക്കുന്നതായ ബുദ്ധപ്രതിമയുടെ ശിരസിൽ അണിഞ്ഞിരിക്കുന്നതായ സ്വർണ്ണ കിരീടം എടുത്തു കൊടുക്കുവാനാണ്. അങ്ങനെ ആ നിർധന രോഗിയായ ആ മനുഷ്യന് ഈ സന്യാസി ആശ്രമത്തിലെ അമൂല്യനിധിയായ ഈ ബുദ്ധപ്രതിമയുടെ ശിരസിലണിഞ്ഞ കിരീടമെടുത്ത്, സ്വർണ്ണ കിരീടമെടുത്ത് കൊടുക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ മറ്റ് സന്യാസിമാർ ഇദ്ദേഹത്തിന് മുമ്പാകെ കയർക്കുകയാണ്. ചെയ്തത് ന്യായമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ വിമർശിക്കുകയാണ്. അപ്പോൾ ഈ സന്യാസി ബുദ്ധസന്യാസിമാരുടെ ഇടയിൽ വളരെ പ്രസിദ്ധനായ ഒരു സന്യാസിയെ കുറിച്ച് അവരോട് ഷെയർ ചെയ്തു. ചൈനയിലെ ഒരു ബുദ്ധസന്യാസി, അവിടെ കൊടും തണുപ്പ് മൂലം സന്യാസിമാരെല്ലാം രോഗം ബാധിച്ച് മരണപ്പെടുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ തീ കായുന്നതിന് വേണ്ടിയിട്ട് വിറകുകളെല്ലാം തീർന്ന അവസ്ഥയിൽ ആശ്രമത്തിലുണ്ടായിരുന്ന ബുദ്ധപ്രതിമകൾ, മരത്തിൽ കൊത്തി ഉണ്ടാക്കിയതായ ബുദ്ധപ്രതിമകൾ തീയിലിട്ട് കത്തിച്ച് ആ അതിശയത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് ആ രോഗത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന്, മരണത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന് അവരെ രക്ഷിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതായി സത്യം. തുടർന്ന് അദ്ദേഹം പറയുകയായിരുന്നു, ശ്രീബുദ്ധനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണ്ണക്കിരീടമോ ഈ കൊത്തുപണിയിൽ തീർത്ത പ്രതിമകളോ അല്ല അദ്ദേഹത്തിന് പ്രാധാന്യമായിട്ടുള്ളത്, മറിച്ച് മറ്റുള്ളവർക്ക് നൽകുന്നതായ ആർദ്രതയും കരുണയുമാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുവാനായിട്ടിടയായി. വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. സമൂഹത്തിന് കരുണ പ്രദാനം ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ.
എന്നാൽ ഇന്ന് സമൂഹത്തിൽ നിന്ന് കരുണ ആർജിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നെട്ടോട്ടം ഓടുകയാണ്. സംഭവിക്കുന്നത് എന്താ? നമുക്ക് കരുണ ലഭിക്കാതെ പോകുന്നു. കരുണയില്ലാത്തത് കൊണ്ടാണ് നമുക്ക് കരുണ ലഭിക്കാതെ പോകുന്നത് എന്നുള്ളതായ സത്യം നമ്മളാരും മനസ്സിലാക്കാറില്ല. പ്രിയമുള്ളവരെ, കരുണയുള്ളവര് ഭാഗ്യവാന്മാരാണ്. നമ്മളിന്ന് ഭാഗ്യവാന്മാരെ കുറിച്ച് നമ്മുടെയൊക്കെ മനസ്സിലൊരു ചിന്തയുണ്ട്. സമ്പന്നരായിട്ടുള്ളവരെ ഭാഗ്യവാന്മാരായിട്ട് കാണുന്നവരാണ് നമ്മൾ. സ്ഥാനമാനങ്ങൾ, പേരും പെരുമയുള്ളവരെയാണ് നമ്മൾ ഭാഗ്യവാന്മാരായിട്ട് കാണുന്നത്. ഇനി സാധാരണക്കാരാണെങ്കിലും ഭാഗ്യവാന്മാരായിട്ട് വരണമെങ്കിൽ അവർക്ക് വല്ല ലോട്ടറി കിട്ടണം. അങ്ങനെയുള്ളവരെയും ഭാഗ്യവാന്മാരാണെന്നാണ് നമ്മൾ വിളിക്കുക. എന്നാൽ എനിക്കറിയാം, ഈ സമ്പത്തും ഈ സ്ഥാനമാനങ്ങളും ഈ പദവികളും ഇതെല്ലാം നിമിഷം കൊണ്ട് തകർന്നടിയുന്നതായ അനുഭവങ്ങൾ നമ്മളെല്ലാം നേരിൽ കാണുന്ന കാഴ്ചകളാണ്. എന്നാൽ നമ്മൾ സമൂഹത്തിന് നൽകുന്നതായ നന്മകൾ അതാണ് വിലപ്പെട്ടത് എന്ന് കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ടാഗോറിൻ്റേതാണെന്ന് ഓർക്കുന്നു ഒരു കവിതയുണ്ട്. എവരിമാൻ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. എവരിമാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം പോലെ തന്നെ എല്ലാ മനുഷ്യൻ്റെയും ഒരു പ്രതിനിധിയായിട്ട് എവരിമാൻ എന്നൊരു കഥാപാത്രം അതിലുണ്ട്. ഒരിക്കൽ മരണദൂതൻ ഈ എവരിമാനെ സമീപിച്ചിട്ട് പറയുകയാണ്, നിൻ്റെ അന്ത്യം അടുക്കാറായി, ഇത്ര മണിക്കൂറേ നിനക്ക് അവശേഷിക്കുന്നുള്ളൂ, നീ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുക. അവൻ വെപ്രാളപ്പെട്ട് ഓടി നടക്കുകയാണ്. അവൻ്റെ ഉറ്റ സുഹൃത്തുക്കളെ വിളിച്ചു, ഇത്ര മണിക്കൂറിനുള്ളിൽ എൻ്റെ അന്ത്യം സംഭവിക്കും, നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ? കൈമലർത്തി. സാധ്യമല്ല. തന്നെ ഏറ്റവും സ്നേഹിക്കുന്ന സഹധർമ്മിണിയെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മരണദൂതൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത്ര മണിക്കൂറേ അവശേഷിക്കുന്നുള്ളൂ, അതിനുള്ളിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർക്കാനായിട്ട്. ഭാര്യയുടെ സഹായം തേടി. ഭാര്യയും എന്തു പറയാൻ പറ്റും? കുഴിമാടത്തിന് അപ്പുറത്തേക്ക് അവർക്കും അയാളെ സഹായിക്കാനായിട്ട് സാധിക്കില്ല. സ്നേഹനിധികളായ മക്കളും ഇതുപോലെ തന്നെ നല്ല ശവസംസ്കാരമൊക്കെ കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കുമെന്നല്ലാതെ അതിലപ്പുറം അവർക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? എല്ലാവരും അവരുടെ സഹായ അവസ്ഥ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നേരിയ ശബ്ദം അദ്ദേഹം കേൾക്കുക, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ സഹായിക്കാം. അവൻ അമ്പരന്ന് പോയി. ഈ നേരിയ ശബ്ദത്തിന് എങ്ങനെ എന്നെ സഹായിക്കാനായിട്ട് സാധിക്കും? മരണത്തിനപ്പുറം എന്നെ സഹായിക്കുവാനായിട്ട് ഈ ക്ഷീണിച്ച അവശമായ ഈ ശബ്ദത്തിന് എങ്ങനെ സാധിക്കും എന്ന് ചോദിക്കുമ്പോൾ ആ ശബ്ദം വെളിപ്പെടുത്തിയാണ്, നിൻ്റെ ജീവിതത്തിൽ നീ ചെയ്തതായ കാരുണ്യപ്രവർത്തികളാണ് ഞാനെന്ന്. നിൻ്റെ ജീവിതത്തിൽ നീ ചെയ്തതായ കാരുണ്യപ്രവർത്തികളാണ് ഞാൻ എന്ന് ആ ശബ്ദം അവിടെ വെളിപ്പെടുത്തുകയാണ്. എന്താ ആ ശബ്ദം നേരിയ ശബ്ദമായത്? അവൻ ചുരുക്കം ചില കാരുണ്യപ്രവർത്തികളെ ചെയ്തിരുന്നുള്ളൂ എന്നുള്ളൊരു വാസ്തവമാണ്. ചുരുക്കം ചില കാരുണ്യപ്രവർത്തികളെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ചെയ്യുവാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. ആ ചുരുക്കം ചില കാരുണ്യപ്രവർത്തികളാണ് മരണത്തിനപ്പുറവും അവനെ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ലോക ജീവിതം ഏറിയാൽ 70 അല്ലെങ്കിൽ 80, അതിനപ്പുറമുള്ളതായ ഒരു നിത്യതയെക്കുറിച്ചുള്ള ഒരു ചിന്ത നമുക്ക് എത്ര പേർക്കുണ്ട്? ആ നിത്യതയ്ക്ക് വേണ്ടി കരുതുവാനും നിത്യതയിൽ നമ്മോടൊപ്പം ആയിരിക്കുവാനും സാധിക്കുന്നതായ ഈ കാരുണ്യ പ്രവർത്തികൾ നമ്മൾ അവഗണിക്കുന്നുവെങ്കിൽ നമ്മളെത്രയോ ബുദ്ധിഹീനരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ടോ? കരുണയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെയും സമൂഹത്തിന് കരുണ നൽകുവാനായിട്ട്
നാം തയ്യാറാകണം. കരുണ നൽകുവാനായിട്ട് നാം തയ്യാറാകുമ്പോഴാണ് നമുക്ക് കരുണ ലഭിക്കുക. കർത്താവ് തന്നെ മാതൃകയായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കർത്താവ് തൻ്റെ കുരിശിലെ മരണത്തിൻ്റെ അനുഭവത്തിൽ കർത്താവിനൊരു വലിയ വേദനയുണ്ടായിരുന്നു. അത് ഗത്സമനയിലെ തമ്പുരാൻ അത് വെളിപ്പെടുത്തുന്നുണ്ട്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കണമേ എന്നവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ധാരണ ഈ കാൽവറി മരണമാണ് ഒഴിവാക്കി തരാനായിട്ട് തമ്പുരാൻ ആഗ്രഹിക്കുന്നതെന്നാണ്. എന്നാൽ ഞാൻ പറയട്ടെ, കാൽവറി മരണം സ്വപ്നം കണ്ടുകൊണ്ട് അവതാരം ചെയ്ത ഈ ദൈവപുത്രൻ കാൽവറി മരണം തട്ടിക്കളയുവാനായിട്ട് തയ്യാറാകുകയില്ല എന്നുള്ളൊരു വാസ്തവമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒഴിവാക്കണമേ എന്ന് തമ്പുരാൻ പ്രാർത്ഥിച്ചത് മറ്റൊന്നുമായിരുന്നില്ല, കാൽവറിയിൽ മാനവകുലത്തിൻ്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് താൻ ബലിയായി തീരുകയാണ്. മാനവകുലത്തിൻ്റെ പാപം താൻ ഏറ്റെടുക്കുമ്പോൾ, താൻ വഹിക്കുമ്പോൾ തൻ്റെ ആ പദവി നഷ്ടപ്പെടുകയാണ്. ദൈവപുത്രനും പാപരഹിതമായ അവസ്ഥയിൽ മാനവകുലത്തിൻ്റെ പാപം ഏറ്റെടുക്കുമ്പോൾ തൻ്റെ ദൈവീകത പോലും നഷ്ടപ്പെടുന്ന ഒരു അനുഭവം, അത് തമ്പുരാന് ഒരു തരത്തിലും ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ മാനുഷികമായ ചിന്ത താൻ അവിടെ വെളിപ്പെടുത്തുന്നത്. സംഭവിച്ചതെന്താ? കാൽവറിയിൽ താൻ മാനവകുലത്തിൻ്റെ പാപം ഏറ്റെടുത്തപ്പോൾ തമ്പുരാൻ തന്നെ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? വാസ്തവത്തിൽ ദൈവം കൈവിട്ടതായൊരു അവസ്ഥയാണ്, ദൈവികത നഷ്ടപ്പെട്ടതായൊരു അവസ്ഥയാണ് അവിടെ സംഭവിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, തമ്പുരാൻ അവിടെ ഒരു പ്രാർത്ഥന നടത്തി. എന്തായിരുന്നു അത്? തന്നെ കുരിശിലേറ്റിയവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടിയിട്ട്, തന്നെ മുറിവേൽപ്പിച്ചവർക്ക് വേണ്ടിയിട്ട് താൻ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. വാസ്തവത്തിൽ ആ അനുരഞ്ജനത്തിൻ്റെ ആത്മാവ്, അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. ഈ അനുരഞ്ജനത്തിൻ്റെ ആ വെളിപ്പെടുത്തൽ തമ്പുരാൻ അവിടെ നിർവഹിച്ചപ്പോൾ, പിതാവേ, എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാണൻ വിടുവാനായിട്ട് സാധിച്ചു. അപ്പം ഈ അനുരഞ്ജനത്തിൻ്റെ അവസ്ഥ തമ്പുരാൻ്റെ ജീവിതത്തിൽ, മനുഷ്യാവതാര സംഭവത്തിൽ പോലും അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെയെങ്കിലും നമുക്ക് എത്രയോ അധികമായിട്ടായിരിക്കും. ഇന്ന് സമൂഹത്തിലേക്ക് നോക്കിയാൽ എവിടെയും നമ്മൾ കാണുന്ന കാഴ്ച, മറ്റുള്ളവർക്ക് എങ്ങനെ പാര വയ്ക്കാം എന്നുള്ള ചിന്ത, അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ മെനയുകയാണ്. മറ്റുള്ളവനെ എങ്ങനെ താഴ്ത്തിക്കെട്ടാം, മറ്റുള്ളവന് നന്മ വരുമ്പോൾ അതിനെ സന്തോഷത്തോടെ കാണേണ്ട നമ്മൾ അതിനെ അസൂയയോടെ വീക്ഷിക്കുന്നത്. ഞാൻ പറയട്ടെ, നമുക്ക് സ്നേഹമുള്ളവർക്ക് നന്മകൾ വരുമ്പോൾ നമുക്കൊരു പക്ഷേ സന്തോഷമുണ്ടായിരിക്കാം. എന്നാൽ നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നമ്മൾ. നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടിയിട്ട്, ശത്രുക്കളെ അനുഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നവരായിരിക്കണം നമ്മൾ. അങ്ങനെ നോക്കിയാൽ ഇന്ന് സഭാസമൂഹത്തിൽ പോലും ഈ ഒരു അനുഭവം കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല. നീ ദേവാലയത്തിൽ ബലിയർപ്പിക്കുവാനായിട്ട് വരുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ച് പോയി അനുരഞ്ജനപ്പെട്ടതിന് ശേഷം വന്ന് ബലിയർപ്പിക്കുവാനായിട്ടാണ്
കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്, വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ഇന്ന് പാലിക്കുവാനായിട്ട് അത് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? സഹോദരനെതിരെ വഴക്കടിച്ച്, സഹോദരനെതിരെ കുതികാൽ കെട്ടി, സഹോദരനെതിരെ കേസ് പറഞ്ഞ് ബലിയർപ്പിക്കുവാനായിട്ട് പോകുന്ന ആ ബലി ദൈവം പ്രീതിപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് നല്ലതാണ്. വാസ്തവത്തിൽ ഇന്ന് കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് അനുരഞ്ജനമാണ്. ദൈവത്തിൻ്റെ കരുണ നമ്മളിൽ നിഷേധിക്കുന്നതായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവുമാണ്. അത് സാത്താന്യ പ്രവണതയായിട്ട് കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരിക്കൽ ഒരു സാത്താൻ സഭയുടെ ഒരു പ്രവർത്തകൻ അവരുടെ ഒരു മുദ്രാവാക്യം ഇന്നതാണ് എന്ന് പറയുവാനായിട്ടിടയായതായിട്ട് കേട്ടിട്ടുണ്ട്. മറ്റൊന്നുമല്ല, സമൂഹത്തിലെ കലഹവും ഭിന്നതയും വർദ്ധിക്കണമെന്നുള്ളതാണ് അവരുടെ ആപ്തവാക്യം, അവരുടെ ചിന്താവിഷയം. സമൂഹത്തിലെ കലഹവും ഭിന്നതയും, എവിടെ കലഹമുണ്ടോ, എവിടെ ഭിന്നതയുണ്ടോ, അവിടെ സാത്താൻ്റെ സഭ സ്ഥാപിക്കപ്പെട്ടു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഈ ഭിന്നതകൾ നിലനിൽക്കുന്നുവെങ്കിൽ, അതിനെ നമ്മൾ പ്രോത്സാഹനം കൊടുക്കുന്നുവെങ്കിൽ, ആ സാത്താന്യ പ്രവണതകൾക്ക്, സാത്താന്യ പ്രവർത്തനങ്ങൾക്ക് നാം അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. മറിച്ച് എന്തായി മതം എന്ന് പറയുന്നത് അഭിപ്രായം എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. അവരവരുടേതായ അഭിപ്രായങ്ങൾ വലുതാണെന്നാണ് അവരുടെയൊക്കെ ചിന്ത തന്നെ. അതിനെ ഹനിക്കുവാനായിട്ട് നമുക്ക് അവകാശമില്ല. മറ്റുള്ളവരുടെ ആ മതങ്ങളെ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ടും നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവം നമ്മളിൽ സന്തോഷിക്കുക. മറിച്ച് അങ്ങനെയുള്ളതായ അവസ്ഥകളിൽ അവരെ തച്ചുടയ്ക്കുവാനും അവരെ ഉന്മൂലനം ചെയ്യുവാനുമായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ഒരിക്കലും ദൈവം സന്തോഷിക്കില്ല. എക്യുമെനിസത്തിൻ്റെ കാലഘട്ടമാണല്ലോ ഇത്. സഭകൾ തമ്മിൽ പരസ്പരം സഹകരിക്കേണ്ട ആവശ്യകതകളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങളെ പോലെയാണ് ക്രിസ്തുവാകുന്ന ശരീരത്തിലെ വിവിധ അവയവങ്ങളാണ് വിവിധ സഭകളെന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. നമ്മുടെ ഒരു ചെറുവിരലിന് പോലും ഒരു ക്ഷതം സംഭവിച്ചാൽ, കാലിൻ്റെ ചെറുവിരലിന് ഒരു ക്ഷതം സംഭവിച്ചാൽ അത് ശരീരം മൊത്തം ആ വേദന അനുഭവിക്കേണ്ടതായിട്ട് വരും. പ്രിയമുള്ളവരെ, മറ്റ് ഇതര സഭകളിൽ സ്നേഹിക്കുവാനും അവരെ കരുതുവാനും അവർക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്കും ഇറങ്ങി വരുവാനായിട്ടിടയാകുക. സമൂഹത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത, സമൂഹത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, സമൂഹത്തോടുള്ള നമ്മുടെ മനോഭാവം ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുവാനായിട്ട് ദൈവം നമുക്ക് തരുന്നതായ അവസരങ്ങളാണ്. അത് നിഷേധാത്മകമായിട്ടാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങളും നിഷേധാത്മകമായിരിക്കും. അത് ക്രിയാത്മകമായിട്ടാണെങ്കിൽ ക്രിയാത്മകമായ അനുഭവം നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നതായ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് കരുണ ലഭിക്കും എന്നുള്ളതായ വചനം
അക്ഷരാർത്ഥത്തിൽ പാലിക്കുവാനും സംശീകരിക്കുവാനും അതിൻ്റെ മർമ്മങ്ങൾ ഉൾക്കൊള്ളുവാൻ കൊണ്ട് നമുക്ക് സാധിക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതൃത്വ പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് കരുണ ലഭിക്കുമെന്നുള്ള വചനം ഞങ്ങൾക്കെല്ലാം മനഃപ്പാഠമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് കരുണ കൊടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ്. കരുണ പൂർണ്ണമായും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് ഞങ്ങൾ. കർത്താവേ, സമൂഹത്തിന് നന്മകൾ പകരുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവിക കരുണ പൂർണ്ണമായും അനുഭവിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ എന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. മാതാവേ, ശുദ്ധിവാന്മാരെ ശുദ്ധികളെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ.